എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലെ ബാസ്റ്റൺ ബംഗ്ലാവിൻ്റെ അടുത്താണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മൾ നിർത്തിയത് ഇവിടെയാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പോകാൻ പോണത് ഇവിടെ നിന്ന് സാന്റാക്രൂസ് ഗ്രൗണ്ടിലേക്കാണ്. അപ്പോൾ ആ പോണ വഴി നമ്മൾ കാണാൻ പോണ കാഴ്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ചും പ്രശസ്തമായ ഡച്ച് സെമിത്തേരികളുടെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബാസ്റ്റൺ ബംഗ്ലാവ്. ഫോർട്ട് കൊച്ചിയിലെ റിവർ റോഡിലാണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. 1667 ഡച്ചുകാരാണ് ഈ ബംഗ്ലാവ് ഇവിടെ പണിതത്. അപ്പോൾ ഈ കാണുന്നതാണ് ബാസ്റ്റൺ ബംഗ്ലാവിലേക്കുള്ള എൻട്രൻസ്. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് റൈറ്റ് സൈഡിലേക്ക് ആ വഴി പോയി കഴിഞ്ഞാൽ ബീച്ചിലേക്ക് എത്തട്ടാം. പലതരത്തിലുള്ള ഇന്ത്യൻ സ്റ്റൈൽ ഡ്രസ്സുകൾ വിൽക്കണ കടകളാണ് ഈ റിവർ റോഡിൻ്റെ സൈഡിലായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ ആൻറ്റീക്ക് ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് വിൽക്കണ കടകളും ഇവിടെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ നടന്നെത്താൻ പോണത് ഫോർട്ട് കൊച്ചിയിലെ സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലേക്കാണ്. അപ്പോൾ നമ്മളിവിടെ ഈ കാണുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിലൊന്നായ സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. നമ്മൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ പോർച്ചുഗീസുകാർ പണിത ഇമ്മാനുവൽ കോട്ടയെ പറ്റി പറഞ്ഞായിരുന്നു. ആ കോട്ടയുടെ ഉള്ളിലുണ്ടായിരുന്നത് മരം കൊണ്ട് പണിത ഒരു പള്ളിയായിരുന്നു. 1503 പോർച്ചുഗീസുകാരാണ് അത് കല്ലുകൊണ്ട് പുതുക്കിപ്പണിതത്. അതിനുശേഷം ആ പള്ളിക്ക് സെയിൻറ്റ് ബർത്തലോമിയോ എന്ന് പേര് നൽകി. തുടർന്ന് 1516 ഫ്രാൻസിസ്കൻ സന്യാസിമാർ ഇവിടെ എത്തുകയും ഈ ദേവാലയത്തിന് സെൻറ്റ് ആൻ്റണീസ് എന്ന് പേര് നൽകുകയും ചെയ്തു. കൊച്ചിയിലെ ഇതേ ദേവാലയത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ എന്നും പ്രാർത്ഥനയും ദിവ്യബലിയും അർപ്പിച്ചിരുന്നത്. 1542-44 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കൊച്ചിയിൽ താമസിച്ചിരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കണം. ഇതാണ് എൻട്രൻസ്. ഒരു കാലഘട്ടത്തിൽ ലന്തപ്പള്ളി എന്നറിയപ്പെട്ടിരുന്ന ഈ ദേവാലയത്തിന് അകത്ത് നിന്ന് റോഡിനടിയിലൂടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ താമസിച്ചിരുന്ന പള്ളിയുടെ വടക്കുവശത്തെ ബംഗ്ലാവിലേക്ക് എത്തിച്ചേരുവാൻ ഭൂഗർഭ ടണൽ ഉണ്ടായിരുന്നതായി ചരിത്രകാരനായ KL ബെർണാഡ് അദ്ദേഹത്തിൻ്റെ ഫ്ലാഷസ് ഓഫ് കേരള ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പള്ളിയുടെ അകത്തേക്ക് കയറാം. 1663 പോർച്ചുഗീസുകാരെ കീഴ്പ്പെടുത്തി കൊച്ചി പിടിച്ചെടുത്ത ഡച്ചുകാർ ഒട്ടേറെ പോർച്ചുഗീസ് കെട്ടിടങ്ങളും പള്ളികളും നശിപ്പിച്ചു കളഞ്ഞിരുന്നു. എന്നാൽ കൊച്ചി കോട്ടയോടൊപ്പം ഉണ്ടായിരുന്ന ഈ സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയം ഡച്ചുകാരും തുടർന്നു വന്ന ബ്രിട്ടീഷുകാരും നശിപ്പിച്ചിരുന്നില്ല. അങ്ങനെ 3 വിദേശ ശക്തികളെ നേരിൽ കണ്ട ഈ ദേവാലയം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ പള്ളികളിലൊന്നായി ഇന്നും ഫോർട്ട് കൊച്ചിയിൽ നിലനിൽക്കുന്നു. പള്ളിയുടെ ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ എടുത്ത ഫോട്ടോസാണ് ഇനി കാണാൻ പോണത്. ഇന്ത്യയിലേക്കുള്ള 3ാമത്തെ വരവിൽ 1524 ഡിസംബർ 24-ാം തീയതിയാണ് കൊച്ചിയിൽ വെച്ച് പോർച്ചുഗീസ് എക്സ്പ്ലോററായ വാസ്കോ ഡ ഗാമ മരിക്കുന്നത്. പിന്നീട് ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. പിന്നീട് 14 വർഷത്തിന് ശേഷമാണ് പോർച്ചുഗലിലുള്ള ലിസ്ബണിലേക്ക് കൊണ്ടുപോയത്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഈ കാണുന്നതാണ് കേട്ടോ കൊച്ചി ഇതിലെന്ന് പറയുന്ന വേ ഫൈൻഡിങ് മാപ്പ്. കൊച്ചിയിലെ എല്ലാ സ്ഥലത്തും ഇതേപോലത്തെ വേ ഫൈൻഡിങ് മാപ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ മാപ്പിൽ കാണിച്ചേക്കണ ഓരോ സ്ഥലങ്ങളിൽ കൂടെയാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്.
ഇവിടെ ഈ ഫുട്പാത്തിൻ്റെ സൈഡിലായിട്ട് കാണുന്നതൊക്കെ ചെറിയ ചെറിയ കടകളാണ്. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ച് റോഡിലൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ കാണുന്നതാണ് പരേഡ് ഗ്രൗണ്ട്. ഇവിടെയാണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷ് കോളനിക്കാരും അവരുടെ സൈനിക പരേഡുകൾ നടത്തിയിരുന്നത്. ഏകദേശം 4 ഏക്കറുള്ള ഈ ഗ്രൗണ്ടിനെ ഡച്ചുകാരുടെ കാലത്ത് ബറാക്ക് മൈതാനം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഡച്ചുകാർക്ക് ശേഷം വന്ന ബ്രിട്ടീഷുകാർ അവരുടെ പരേഡ് മാർച്ച് നടത്താനായിട്ടാണ് ഈ ഗ്രൗണ്ട് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഇന്നും ഇതിനെ പരേഡ് ഗ്രൗണ്ട് എന്ന് അറിയപ്പെടുന്നത്. ഈ ഗ്രൗണ്ടിൻ്റെ 4 വശത്തായിട്ട് കുതിരവണ്ടികൾക്കും കാളവണ്ടികൾക്കും പോകാനായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ പോർച്ചുഗീസുകാർ ടാറിട്ട നല്ല റോഡ് പണിതിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഫുട്പാത്തിൽ കല്ല് വിരിച്ചേക്കുന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്കിനി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവാം. ഇപ്പം നമ്മൾ പോകാൻ പോണത് ഡച്ച് സെമിത്തേരി റോഡിൽ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ കാണുന്നതൊക്കെ ചെറിയ ഹോട്ടലും കഫേകളൊക്കെ. ഫോർട്ട് കൊച്ചിയിലുള്ള ഡേവിഡ് ഹാളിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഏകദേശം 1665 കാലഘട്ടത്തിലാണ് ഇവിടെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ബംഗ്ലാവ് പണിയുന്നത്. അതിനുശേഷം ജൂയിഷ് ബിസിനസ്മാനായ ഡേവിഡ് കോഡറിൻ്റെ പേരിലാണ് ഇതിന് ഡേവിഡ് ഹാൾ എന്ന പേര് നൽകിയത്. അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന വഴി നേരെ പോയി കഴിഞ്ഞാൽ ബീച്ച് വാക്ക് വേയിലേക്ക് എത്താം. ഇപ്പോഴും നമ്മൾ ഡച്ച് സെമിത്തേരി റോഡിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാലാണ് ഡച്ച് സെമിത്തേരി ഉള്ളത്. ഇപ്പം നമ്മൾ നടന്നെത്തിയേക്കുന്നത് ഡച്ച് സെമിത്തേരിയുടെ മുമ്പിലാണ്. ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സെമിത്തേരി ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ സെമിത്തേരിയാണ് ഇത്. 1724 ഡച്ചുകാർ ഫോർട്ട് കൊച്ചിയിൽ അധികാരം നിലനിന്നിരുന്ന സമയത്താണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഇവിടെ ഏകദേശം 100-ലധികം ശവകുടീരങ്ങൾ കാണാൻ പറ്റും. ബ്രിട്ടീഷുകാർ, ഡച്ച് ഓഫീസർമാർ, ഗവർണർമാർ, സൈനികർ, വ്യാപാരികൾ, അങ്ങനെ അന്നത്തെ കൊച്ചിയിൽ ജീവിച്ച് ഇവിടെ തന്നെ ജീവിതം അവസാനിപ്പിച്ച പല വിദേശികളുടെയും ഓർമ്മകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ്. ശരിക്കും ഈ ബീച്ചിൻ്റെ പേര് മഹാത്മാഗാന്ധി ബീച്ച് എന്നാണ്. കേരളത്തിലേക്കുള്ള 2ാമത്തെ വരവിൽ 1925 മെയ് 8-ാം തീയതിയാണ് മഹാത്മാഗാന്ധി ഫോർട്ട് കൊച്ചി ബീച്ച് സന്ദർശിച്ചത്. പ്രധാനമായിട്ടും വൈക്കം സത്യാഗ്രഹ മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേരളത്തിലേക്ക് എത്തിയത്. ഏകദേശം 1000-ഓളം പേരടങ്ങുന്ന ഒരു വലിയ മീറ്റിംഗ് ആയിരുന്നു അന്ന് ഈ ബീച്ചിൽ വെച്ച് നടന്നിരുന്നത്. അന്ന് സ്റ്റേജുകളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ബോട്ടുകൾ തമ്മിൽ കൂട്ടിവെച്ചാണ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്തത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരുവാനായിട്ട് പ്രചോദനം നൽകുകയും പിന്നെ കടലും അതിൻ്റെ സാഹസികതയെക്കുറിച്ചുമാണ് മഹാത്മാഗാന്ധി ഇവിടെ പ്രസംഗിച്ചത്. അങ്ങനെ ഇവിടെ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ബീച്ചിനെ മഹാത്മാഗാന്ധി ബീച്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു വഴി നമ്മൾ നടന്നു പോകുമ്പോൾ കാണാൻ പറ്റും, ഇവിടെയുള്ള ഓരോ ബിൽഡിങ്ങും പോർച്ചുഗീസ് ഡച്ച് ആർക്കിടെക്ചറൽ സ്റ്റൈലിലായിരിക്കും പണിതിരിക്കുന്നത്.
കൊച്ചി ബിനാലയുടെ ഭാഗമായിട്ട് പെയിൻറ് ചെയ്തേക്കുന്ന ബിൽഡിംഗാണ് ഈ കാണുന്നത്. ഇതേപോലെ കുറേ ബിൽഡിങ്ങുകൾ നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നെയ്പിയർ സ്ട്രീറ്റിലൂടെയാണ്. ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേര് പണ്ടത്തെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ പ്രമുഖ ഭരണാധികാരിയായ ലോർഡ് നെയ്പിയറിൻ്റെ പേരിൽ നിന്നാണ് വന്നതെന്ന് കരുതപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ പല റോഡുകൾക്കും പാലങ്ങൾക്കും പൊതുകെട്ടിടങ്ങൾക്കും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ നൽകിയിരുന്നു. നെയ്പിയർ സ്ട്രീറ്റും അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഫോർട്ട് കൊച്ചിയിലെ പ്രിൻസസ് സ്ട്രീറ്റ്, ബാസ്റ്റ്യൻ സ്ട്രീറ്റ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നെയ്പിയർ സ്ട്രീറ്റും ഈ പ്രദേശത്തിൻ്റെ കൊളോണിയൽ ചരിത്രത്തെ ഇന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി നമ്മൾ പോകാൻ പോണത് പരേഡ് ഗ്രൗണ്ടിൻ്റെ സൈഡിലുള്ള റോഡിൽ കൂടെയാണ്. പണ്ടുകാലത്ത് ഈ ഗ്രൗണ്ടിന് ചുറ്റുമുണ്ടായിരുന്ന പല കെട്ടിടങ്ങളും കൊളോണിയൽ ഭരണവുമായി ബന്ധപ്പെട്ടതായിരുന്നു. സൈനിക ഓഫീസുകൾ, യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബംഗ്ലാവുകൾ എന്നിവ ഇവിടെ സ്ഥിതി ചെയ്തിരുന്നു. ഇന്ന് ആ പഴയ കെട്ടിടങ്ങളിൽ പലതും ഹോട്ടലുകളായും ഹോം സ്റ്റേകളായും മാറിയിട്ടുണ്ട്. എന്നാലും ആ പഴയ യൂറോപ്യൻ സ്റ്റൈൽ ഇന്നും ഈ പ്രദേശത്തിൻ്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു. പരേഡ് ഗ്രൗണ്ടിൻ്റെ വേറൊരു സൈഡാണ് ഈ കാണുന്നത്. അവിടെ ദൂരെ നമുക്ക് കാണാം നേരത്തെ കണ്ട സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ച്.
അപ്പോൾ ഇത് ഗ്രൗണ്ടിൻ്റെ ഒരു വശത്തായിട്ട് കുറച്ച് പേര് നിന്ന് ക്രിക്കറ്റ് കളിക്കണ കാണാട്ടോ. ഫോർട്ട് കൊച്ചിയിലെ ആദ്യത്തെ സാന്റാക്രൂസ് പള്ളിയിലുണ്ടായിരുന്ന ഗ്രാനൈറ്റ് കൊണ്ടുള്ള തൂണിൻ്റെ ഒരു അവശിഷ്ടമാണ് നമ്മൾ ഈ ജംഗ്ഷനിൽ ഇവിടെ കാണുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ തൂണിൻ്റെ ഭാഗം ഈ ജംഗ്ഷനിൽ വെക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ സാന്റാക്രൂസ് കത്തീഡ്രൽ ബസിലിക്കയുടെ ഒരു വ്ളോഗ് നമ്മൾ ചാനലിൽ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ദൂരെ കാണുന്നതാണ് ബിഷപ്സ് ഹൗസ്. ഇനി നമ്മൾ കാണാൻ പോണത് ഫോർട്ട് കൊച്ചിയിലെ സെൻറ്റ് ജോൺ ഡി ബ്രിട്ടോ സ്കൂളിൻ്റെ കാഴ്ചകളാണ്. സെൻറ്റ് ജോൺ ഡി ബ്രിട്ടോ 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ച ഒരു പോർച്ചുഗീസ് ജെസ്യൂട്ട് മിഷണറി ആയിരുന്നു. 1673 ഇന്ത്യയിലെത്തിയ അദ്ദേഹം തമിഴ്നാട്ടിലെ മധുരയിലാണ് പ്രവർത്തിച്ചത്. അവിടുത്തെ ജനങ്ങളിൽ മതപ്രചാരണം നടത്താൻ അദ്ദേഹം ഒരു സന്യാസിയുടെ വേഷം സ്വീകരിക്കുകയും തമിഴ് ഭാഷ പഠിക്കുകയും ചെയ്തു. അങ്ങനെ 1693 അദ്ദേഹത്തിൻ്റെ മതപ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തമിഴ്നാട്ടിലെ ഉരിയൂരിൽ വധിക്കപ്പെട്ടു. പിന്നീട് പോപ്പ് പിയൂസ് 12-ാമനാണ് 1947 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. 1506 പോർച്ചുഗീസ് ഗവർണറുടെ വസതിയായി നിർമ്മിക്കപ്പെട്ട ഈ കെട്ടിടം ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഭരണങ്ങൾ പിന്നിട്ട് 1888 കൊച്ചി രൂപതയുടെ കൈകളിലെത്തി. അന്നു മുതലാണ് ഇത് ബിഷപ്സ് ഹൗസ് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് ഇൻഡോ പോർച്ചുഗീസ് മ്യൂസിയം ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ ഫോർട്ട് കൊച്ചിയിലെ സാന്റാക്രൂസ് ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ ഇപ്പോൾ ചെല്ലാൻ പോകുന്നത്.
അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ ബാസ്റ്റ്യൻ ബംഗ്ലാവിൽ നിന്ന് നടന്നു തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്നത് സാന്റാക്രൂസ് ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.